നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതിരിക്കാനുമാവില്ല, ട്രംപിനെ പിണക്കാനും വയ്യ. ഇന്ത്യക്ക് മേൽ 50% ഇടിത്തീരുവ ചുമത്തി തന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൃശങ്കുവിലാക്കിയിരിക്കുകയാണ്. സുഹൃത്ത് രാജ്യമാണെന്ന പരിഗണന പോലും നൽകാതെ ഇന്ത്യയെ ഏതാനും നാളുകളായി റഷ്യൻ എണ്ണ ആയുധമാക്കി കടന്നാക്രമിക്കുകയാണ് ട്രംപ്. 25% തീരുവയ്ക്ക് പുറമെ 25% പിഴയും കൂടി ചുമത്തിയതോടെ ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള കയറ്റുമതി നിർത്തിവെക്കേണ്ട സ്ഥിതി പോലുമുണ്ടെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. അതേസമയം ഓഗസ്റ്റ് 27-നാണ് പുതുക്കിയ തീരുവ പ്രാബല്യത്തിലാകുന്നത്. അതിനകം US-മായി ചർച്ച നടത്തി സമവായത്തിലെത്താമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. റഷ്യയുമായി US ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചതെന്നത് ശ്രദ്ധേയം. ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി 3 മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു. ചർച്ച ആശാവഹമായിരുന്നുവെന്ന് മോസ്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ് വൈകാതെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ സമവായമുണ്ടായാൽ അത് ഇന്ത്യക്കും നേട്ടമാകും. ഏതായാലും അത്തരത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ട്രംപ് ഇത്തരത്തിലുള്ള തീരുവയുമായി വരുമ്പോൾ ഇന്ത്യയും ഒരു മുഴ മുന്നേ എറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും പല തിരക്കിട്ട ചർച്ചകളാണ് പലയിടങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിൻ സന്ദർശിക്കുമെന്നുള്ളതാണ്. 2020-ലെ ഗൽവാൻ താഴ്വര സംഘർഷത്തിന് ശേഷം ചൈനയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത്. 2019-ലായിരുന്നു അവസാന സന്ദർശനം. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് 30-ന് ജപ്പാൻ സന്ദർശിക്കും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയ്ക്ക് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈന സന്ദർശിച്ചിരുന്നു. ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും. കഴിഞ്ഞ വർഷം കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് അവസാനമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. അതിർത്തിയിലെ സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ മോദിയുടെ ചൈനീസ് സന്ദർശനത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഡോളർ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് SCO. ഇന്ത്യ, ചൈന രാജ്യങ്ങൾക്ക് പുറമെ റഷ്യയും SCOയുടെ ഭാഗമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് 50% താരിഫ് നടപ്പിലാക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയും SCOയിൽ ചർച്ച ചെയ്തേക്കും. ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ലക്ഷ്യവെച്ചുള്ള സമയത്താണ് പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുമോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പ്രാദേശിക സുരക്ഷ, ഭീകരവാദം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ SCO അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്തേക്കും. ഇന്ത്യ ചൈന ബന്ധത്തിൽ സ്ഥിരതയും സംഭാഷണങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കും. ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായി അനൗപചാരിക കൂടിക്കാഴ്ചകൾക്കും സാധ്യതയുണ്ട്. 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വേഗം കൈവന്നിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപ് കടുത്ത താരിഫുകൾ അടിച്ചേൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ചൈനയുമായുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിന് നയതന്ത്ര തലത്തിൽ പ്രാധാന്യമുണ്ട്. പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ ചെറുക്കാൻ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനീസ് ആയുധങ്ങളായിരുന്നു എന്ന കാര്യവും പ്രസക്തമാണ്. ചൈന കൈയയച്ച് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. ജൂണിൽ SCOയുടെ കീഴിലുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ബലൂചിസ്ഥാൻ വിഷയത്തിനൊപ്പം പഹൽഗാമും പരാമർശിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിസമ്മതിച്ചിരുന്നു. പാകിസ്ഥാന്റെ താൽപര്യപ്രകാരമാണ് പഹൽഗാം സംയുക്ത പ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. അതിന്റെ അടുത്ത മാസം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ലഷ്കർ-ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ അമേരിക്ക വിദേശ ഭീകര സംഘടനയായി മുദ്രകുത്തിയപ്പോൾ ഭീകരതയ്ക്കെതിരെ ചൈന ശക്തമായ പ്രസ്താവന ഇറക്കിയിരുന്നു. ഏപ്രിൽ 22-ന് സംഭവിച്ച ഭീകരാക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നുവെന്നും എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ശക്തമായി എതിർക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. SCOയിൽ ഇക്കുറി 10 അംഗരാഷ്ട്രങ്ങൾ വാണിജ്യത്തിനൊപ്പം ഭീകരവാദവും പ്രാദേശിക സുരക്ഷയും കൂടി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിനും ഉച്ചകോടിയിൽ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉച്ചകോടിയോടനുബന്ധിച്ച് മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. അതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി. ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം ഉറപ്പിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. ഈ മാസം അവസാനത്തോടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് എത്തിയേക്കും. ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് ആരോപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത പ്രഖ്യാപനവുമായി വീണ്ടും രംഗത്തെത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് 25% അധിക തീരുവ ഏർപ്പെടുത്തി. 3 ആഴ്ച കഴിഞ്ഞ് പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% ഉയർന്നു. ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ പണം നൽകുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല. കാരണം അവർ തങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ട്. എന്നാൽ തങ്ങൾ അവരുമായി വ്യാപാരം നടത്തുന്നില്ല. അതുകൊണ്ട് തങ്ങൾ 25% തീരുവ നിശ്ചയിച്ചു. പക്ഷേ താൻ ആ നിരക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗണ്യമായി ഉയർത്താൻ പോകുകയാണെന്നും ചൊവ്വാഴ്ച ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ ഉയർത്തുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്നെ തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, അങ്ങനെ വാങ്ങുന്നതിൽ ഏറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു. യുക്രൈനിൽ എത്ര ആളുകൾ റഷ്യ കാരണം കൊല്ലപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല. അതിനാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകേണ്ടുന്ന തീരുവ ഞാൻ ഉയർത്തും എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനികോപകരണങ്ങളും വാങ്ങുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ജൂലൈ 30-ന് 25% അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഉയർന്ന തീരുവ പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകളെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഉയർന്ന തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമതയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ടെക്സ്റ്റൈൽസ്, തുകൽ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ മേഖലകളിലാണ് കടുത്ത ആശങ്ക. കാർഷിക മേഖല, ഭക്ഷ്യ സംസ്കരണം, സ്റ്റീൽ ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, പെട്രോളിയം തുടങ്ങിയ മേഖലകളെയും ദോഷകരമായി ബാധിക്കും. ഏതായാലും ഇപ്പോൾ ട്രംപ് ഒരു താരിഫ് യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ വലിയൊരു ആഗോള ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുമെന്നുള്ള ഭീതി ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ട്രംപ് ഒരു കാര്യം ആവർത്തിക്കുന്നത്: താനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത്. ഇത് മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ 5 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളത്. ഒരു ആഗോള പോലീസായി മാറാൻ ശ്രമിക്കുന്ന ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കും ഒരു ഭീഷണി ഉയർത്തുകയാണ്. ഏതായാലും വെറുതെയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മാത്രമല്ല, അവിടെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഭാവിയിൽ ഇന്ത്യക്ക് ദോഷകരമായി ഉണ്ടാകാതെ രീതിയിലുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ കൂടിയാണ് ഈ ഒരു യാത്ര. മാത്രമല്ല, നമ്മുടെ ചില ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ റഷ്യയിലും ഒക്കെ തന്നെ ചർച്ച നടത്തുന്നുണ്ട്. ട്രംപ് ഉയർത്തിയിട്ടുള്ള ഈ ഭീഷണികളെയൊക്കെ തന്നെ വലിയൊരു മതിൽ നിർമ്മിച്ച് തടയുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത്.